ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ ആണ് കേട്ടോ കാണിക്കുന്നത്. എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ഇത് ഉപകാരപ്പെടും ഈ വീഡിയോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എത്ര പേർക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഈ വീഡിയോ എടുക്കുന്നത്. ആദ്യം ഞാൻ പറയാം എൻ്റെ സ്കിന്നിനെ കുറിച്ചിട്ട്. എൻ്റെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. എൻ്റെ ഫേസിൽ ഇങ്ങനെ ഈ ഒരു ഈ ഒരു ആക്നെ ഇല്ലേ, ഈ ഒരു ആക്നെക്ക് ആക്നെക്കിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്നീസ് ഉണ്ട്. ഇത് എന്താണെന്നറിയില്ല, 1 വീക്കോളായിട്ട് ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ബൾജ് ചെയ്തിട്ട് എന്റെ ഫേസിൽ ഇങ്ങനെ വന്ന് കിടക്കുന്ന ഒരു ആക്നെ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കിടക്കുന്ന ഒരു ആക്നെ ഉണ്ട്. അപ്പൊ ഞാന് എന്താ ഈ ആക്നെ ഫേസിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു വൃത്തികേട് പോലെ. പിന്നെ എനിക്ക് എന്റെ ഒരു സ്വഭാവം വെച്ചപ്പോ എനിക്ക് എപ്പോഴും ആക്നെ വന്നു കഴിഞ്ഞാലും ഞാൻ അത് കൈവച്ചിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് പറയും, ഞാൻ എന്താ ഡോക്ടേഴ്സിനെയൊക്കെ കാണിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറയും നന്നായിട്ട് കൈ വെച്ചിട്ട് എന്താ പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ അത് നോർമലി ഞാൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ടോ. അപ്പം വാട്ട് എവർ ഇറ്റ് ഈസ് അത് പോട്ടെ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാന് ഈ എന്താ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ പിന്നീട് അതുകൂടാതെ തന്നെ എനിക്ക് ആക്നെ സ്കാർസ് ഒക്കെ വരും. ഒത്തിരി എന്റെ മുഖത്ത്ന്ന് വെച്ചാൽ ഇന്നൊന്നില് മാത്രം ഉണ്ടായ ആക്നീസോ അല്ലെങ്കിൽ സ്കാർസോ അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കോ ഒന്നും അല്ല ട്ടോ. വർഷങ്ങളോളം എടുത്തിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് എടുത്തിട്ട് അപ്പോ എനിക്ക് തോന്നുന്നത് 2022 ആണ് ഞാന് നേഴ്സിംഗ് കഴിഞ്ഞിറങ്ങുന്നത്. അപ്പം ആ ടൈമില് തോന്നുന്നത് ആ ടൈമാണ് ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞത്. ആ ടൈം മുതൽ എനിക്കിങ്ങനെ ആക്നെ സ്കാ ആ അപ്പം മുതലാണ് എനിക്ക് ഭയങ്കരായിട്ട് അങ്ങ് വരുന്നത്. ആഹ് അല്ലല്ലല്ല. ആക്നെ അത് ഞാൻ ശ്രദ്ധിക്കുന്നതാ. ഇപ്പൊ നമ്മൾ ഈ കൊറോണ സമയത്താണ് നമ്മൾ വീട്ടിലായി. ഹോസ്റ്റലിൽ നിന്ന് മാറി വീട്ടിലൊക്കെ ആയി. അപ്പൊ നമ്മള് എന്താ അറിയത്തില്ല. എന്താ വീട്ടിലിരുന്ന് അന്ന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാണ്ട് ഫുഡ് കേക്ക് അങ്ങനെ കാര്യങ്ങള് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യാണേ. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ ടൈം മുതൽ അല്ലെങ്കിൽ കൊറോണയുടെ ടൈം മുതൽ അന്നേരം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഇയർ. അപ്പോഴാണ് എനിക്ക് ആക്നീസ് എല്ലാം വരുന്നത്. അപ്പൊ എല്ലാം എപ്പഴും നമ്മൾ പറയാറില്ലേ ഈ പീരീഡ്സിന്റെ മുന്നേ എല്ലാവർക്കും ആ ഇത് വരും. അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം വരും. അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ കാരണം കൊണ്ട് നമുക്ക് വരും. പക്ഷെ എനിക്കിതൊന്നും കാണണമെന്നുണ്ട്. എപ്പഴും എന്റെ മുഖത്തുനിന്ന് അങ്ങ് പോകത്തില്ല. ചിലപ്പോഴൊക്കെ പഴുത്ത് ഇങ്ങനെ പൊട്ടി വരുന്ന ആക്നീസ്, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതുപോലെ ഒക്കെ ഇരിക്കുന്ന ആക്നീസ്, അങ്ങനെ ഒത്തിരി അങ്ങനെ നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആക്നെ അല്ലെങ്കിൽ ഫേസിൽ വേറെ എവിടെയല്ലെങ്കിലും ഭയങ്കരമായിട്ട് ബോധേഡ് ആവുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നമുക്ക് ഫേസിൽ എന്തെങ്കിലും ബ്ലാക്ക് മാർക്ക് വരിക, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കെന്നെ അറിയത്തില്ലേ, നമ്മള് ഫേസിനെയാണ് എത്രയോ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസിനെയാണ് നമ്മള് എന്താ പറയാ ഇംപ്രൂവ് മീൻസ് അല്ല, ഈ ബ്ലാക്ക് കളറും സ്കിന്ന് അടിപൊളിയാണ്. അതിനനുസരിച്ചല്ല നമ്മള് ഈ ഇംപ്രൂവ്മെന്റ് സ്കിൻ അങ്ങനൊന്നും പറയുന്നത് അങ്ങനെയല്ല. ഐ മീൻ ഞാൻ ഉദ്ദേശിച്ച ബ്രൈറ്റനിങ് അല്ലെങ്കിൽ വൈറ്റനിങ് ആക്കാൻ വേണ്ടിയിട്ട് ഫേസിനെയല്ല എല്ലാവരും ശ്രദ്ധിക്കാറ്. എത്ര പേര് മൊത്തം ബോഡി ഹോൾ ബോഡി എല്ലാവരും അറിയത്തില്ല, ചെയ്യുന്നവരുണ്ടാവായിരിക്കും. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നത് ഫേസിലാ. അപ്പൊ നമ്മള് അത്രയും ഫേസിനെ കെയർ ചെയ്ത് ഫേസ് അതാവണം. കൈ എങ്ങനെ ആയിക്കോട്ടെ, കാലെങ്ങനെ ആയിക്കോട്ടെ, ബോഡി എങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഫേസിൽ എന്തെങ്കിലും വന്നാൽ നമുക്കങ്ങ് വിഷമം. പ്രത്യേകിച്ച് ഈ മുഖക്കുരുവിനെ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാര് മെന്റലിയും കൂടെ നമ്മളങ്ങ് തകർന്നു പോകുന്നത്. അപ്പൊ ഓക്കെ, അത് പോട്ടെ. പിന്നെ അത് കൂടാണ്ട് തന്നെ എന്റെ സ്കിന്നിനെ കുറിച്ച് ഞാൻ പറയാം. എന്റെ ഫേസ് കണ്ടാറിയാം. ഇതൊരു എന്താ പറയാ, സെൻസിറ്റീവ് ആൻഡ് ഓയിലി സ്കിന്നാണ് എന്റെ ഫേസ്. അപ്പൊ എന്റെ ഫേസിന്റെ ഏഹ്, ഫേസിന്റെ സെയിം സ്കിൻ ടോൺ അല്ല എനിക്ക്. എന്താ ഈ കൈയിനാണെങ്കിലും കാലിനാണെങ്കിലും ബോഡിയിലാണെങ്കിലും എനിക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാ. ഞാൻ എത്ര വേറെ മോയ്സ്ചറൈസർ എനിക്ക് ഇവിടെ ഒന്നും ചെയ്ത വലിയ എന്താ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും എനിക്ക് വരാറൊന്നുമില്ല. പക്ഷെ ഫേസിന്റെ സെൻസിറ്റീവ് പ്ലസ് ഓയിൽ, അങ്ങനെ ഓയിലി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും എനിക്കിങ്ങനെ ചോക്ലേറ്റ് കഴിച്ചാലോ അല്ലെങ്കിൽ കേക്ക്സ് കഴിച്ചാലോ എനിക്ക് ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു കേട്ടോ. ആഗ്നേനെ കുറിച്ചിട്ട് എനിക്ക് ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ തെറ്റിദ്ധാരണകളെല്ലാം മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ഒത്തിരി അതൊക്കെ
ഇതിങ്ങനെ ഈ ഒരു ചേരിയില് നമുക്ക് ഈ തെറ്റിദ്ധാരണകളൊക്കെ അങ്ങ് നമുക്ക് മാറി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഒത്തിരി റിസർച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കര ബോധേടായി എന്റെ ഫേസിലെ സ്കിന്നിനെ കുറിച്ചിട്ട്. അങ്ങനെയാണ് എനിക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലായി വരുന്നതും ഞാൻ ചെയ്യും. അപ്പം ഉം, എന്താ നമ്മൾ പറഞ്ഞു വന്നവിടെ. അപ്പൊ എന്റെ ഫേസ് സെൻസിറ്റീവ് പ്ലസ് ഓയിലി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല് നമ്മളിപ്പോ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയല് ഈ തൈര് വെച്ചിട്ട് എന്തെങ്കിലും ഹോം റെമഡീസ് ആയിട്ട് മുഖത്ത് അല്ലെങ്കിൽ മൂക്കുരു ഇങ്ങനെ ചെയ്താൽ മാറും. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ എന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. ഇപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ എന്ത് അങ്ങനെ തക്കാളി, മറ്റേ ഉം, എന്താ ലെമണ്, അതുപോലെ തന്നെ തൈര്, പാല് ഇതൊന്നും ഈ പറയുന്ന സാധനങ്ങളൊന്നും എന്റെ ഫേസിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റം എന്ന് വെച്ചാൽ മോക്കൂര് ഉണ്ടാവാന്നല്ലാണ്ട് പിറ്റേ ദിവസം എനിക്കത് ചെയ്യേണ്ടില്ലായിരുന്നു. ഞാൻ എന്തിനാ അത് ചെയ്തതെന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ അങ്ങനെയൊക്കെ കുറെ നാളങ്ങ് കഴിഞ്ഞു പോയി. അപ്പൊ ഈ അടുത്തെന്നല്ല ഒരു 1 ഇയർ മുന്നേ എനിക്ക് ഞാന് ഉം ഉം യുകെ പോയിട്ട് വന്നതിന് ശേഷം എന്താ യുകെ പോയി വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ ഫേസിൽ പല ഒത്തിരി മാറ്റങ്ങൾ. അന്ന് ഞാനെച്ചാ ഒന്ന് തടി ഭയങ്കര ഒന്നും കൂടി എന്റെ വെയിറ്റ് കൂടി മുഖമൊക്കെ ഇങ്ങട്ട് ഭയങ്കര തടിച്ചിരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഉം ഒത്തിരി മാറ്റം. ഫുഡ് പാറ്റേൺ കൊണ്ടാണെന്ന് വിചാരിച്ചു ഞാൻ ഡോക്ടറെ കാണിച്ചു. ആ ടൈമില് ഞാൻ ആലോചിച്ചു എനിക്ക് ഇത്രയും ഫുഡൊക്കെ കഴിക്കല്ലേ. ഇപ്പം നമ്മള് ഫുഡ് കഴിക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മൾ പറയാറുണ്ടല്ലോ പിസിഒഡി ഒക്കെ വന്നിട്ട് നമുക്ക് ആക്നീസും കാര്യങ്ങളൊക്കെ വരാറുണ്ടെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ അന്നാണെങ്കിൽ എന്റെ മുഖത്ത് ഒത്തിരി കുരു വന്നു. അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് തന്നൊരു സൺസ്ക്രീൻ ആണ്. അതുപോലെ തന്നെ ഒരു ജെല്ലി കൺസിസ്റ്റന്റിലുള്ള ഒരു മറ്റേ ഇത് തന്നിട്ടുണ്ടായിരുന്നു. എന്താ മോയിസ്ചറൈസർ. ഇതിന്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഈ ഒരു സാധനം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇത് ഇത് പറയാണെങ്കിൽ ഇതൊരു അടിപൊളി എന്റേതില് ഇതിൽ ഓയിലി ഫ്രീ നോൺ എനിക്ക് വെരി വാട്ടർ റെസിസ്റ്റന്റ് എന്നാണ് പറയുന്നത്. SPF എന്താ 50 പ്ലസ് പ്ലസ് അങ്ങനെ ഇതിലോട്ട് ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ആഗ്നേ യു വി ജെല്ല് എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊരു ജെല്ലല്ല. ഇത് നിങ്ങൾ ഇത് ഈ ഒരു ഇത് എന്റെ സ്കിന്നിന് വർക്ക് ആയിട്ടുണ്ട്. എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും എനിക്ക് ആകെയുള്ള ഇതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാ ഇപ്പൊ കാണിച്ചു തരാവെ. എന്റെ സ്കിന്നില് ഇതിപ്പോ എന്റെ കയ്യിലെന്നെ ഇങ്ങനെ ആക്കുമ്പോ വലിയൊരു കണ്ടോ? ഇത് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇത് ഇങ്ങനെ ഒരു പൗഡർ മാറ്റിലായിട്ടാണ് ഇത് നമ്മളെ സ്കിന്നില് നിക്കുന്നെ. ഒരു എന്താ നമ്മള് പറയത്തില്ലേ പൊടി പൂശിയ പോലെ അല്ലെങ്കിൽ വെള്ള പൂശിയ പോലെ ആ ഒരു ഇതില്. അപ്പൊ എനിക്കിത് വെളിയിലോട്ടൊക്കെ പോകുമ്പോ എനിക്കങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയായാലും മോയിസ്ചറൈസർ ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര പക്ഷെ ഓക്കെ വീട്ടില് നമ്മൾ ഇരുന്നിട്ടാണ് നമ്മൾ ഇത് ഇടുന്നതെന്നെങ്കില് പെർഫെക്റ്റ് ഓക്കെ. ഒന്നും പറയാനില്ല. ഇതൊരു പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുള്ളത്. കാരണം ഫേസില് വേറൊന്നും വരുന്നില്ല. ആക്നീസോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മള് അങ്ങനെ അത് നമ്മളെ ജഡ്ജ് ചെയ്യുന്ന നമ്മൾ പറയാനോ അല്ലെങ്കിൽ നമുക്ക് ഷെയിം ആവേണ്ട കാര്യങ്ങളൊന്നും വെളിയിലോട്ട് ഇറങ്ങുമ്പോഴല്ലേ നമ്മള് ഒന്നും കൂടെ നല്ല ഒത്തിരി ബോധേഡാവുന്നത്. അപ്പൊ ഈ സൺസ്ക്രീൻ എനിക്ക് ഉപയോഗം എന്നിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസും ഈ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴും ഓരോ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ കോസ്മെറ്റിക് സാധനങ്ങൾ അല്ലെങ്കിൽ ഈ ഇതുപോലെ റിലേറ്റ് ചെയ്തിട്ട് മേക്കപ്പിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സ്കിൻ കെയറിനെ കുറിച്ചിട്ടോ ഒക്കെ ഇടുന്ന വീഡിയോസിൽ അവരെന്ത് യൂസ് ചെയ്തത് അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് വരുമ്പോൾ അവരതിനെ കുറിച്ചിട്ട് റിവ്യൂ ഒക്കെ ഇടുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ ഈ കോസ്മെറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ ഓരോ സാധനങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഞാനത് വാങ്ങും. ഞാനത് ഞാൻ റേറ്റ് നോക്കാറില്ല. ഞാൻ അങ്ങ് വാങ്ങും. വാങ്ങി ഞാനത് യൂസ് ചെയ്യും. ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ട് എനിക്ക് വൺ ഡേ ഞാനത് യൂസ് ചെയ്ത് ചിലപ്പം മോർണിംഗിനാ ഞാൻ ഇടുന്നേന്നുണ്ടെങ്കിൽ ഒരു ഉച്ച കഴിയുമ്പഴേക്കും എന്റെ ഫേസിൽ വീണ്ടും ആക്നെ വരും. ആക്നെ ഒരു പമ്പ് പോലെ അങ്ങനെയാണ് എനിക്ക് നിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ ആ ടൈമിലൊന്നും എനിക്ക് ഏഹ് ഇത് ഈ ഞാൻ ഉപയോഗിച്ച സാധനം കൊണ്ടാണോ ആക്നെ വരുന്നതെന്ന് പോലും എനിക്ക് ഞാൻ അങ്ങനെ
അറിയത്തില്ല. ഞാൻ ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്നവര് അങ്ങനെയാണല്ലോ, അവർക്ക് വർക്കാവുന്നു, അടിപൊളി, അവര് വീഡിയോസിലൊക്കെ കാണിച്ചല്ലോ. അല്ലെങ്കിൽ അവർക്ക് ഇത്രയും നാള് ആക്നെ അല്ലെങ്കിൽ അത്രയും ബ്ലാക്ക് മാർക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും. പക്ഷെ ഇതൊന്നും എന്റെ സ്കിന്നിന് വർക്കായിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഞാൻ കറന്റില് ഞാനൊരു 2 to 3 മന്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത്. ഈ പറയത്തക്ക എല്ലാ സാധനങ്ങളും ഞാൻ ചിലപ്പോ എന്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എന്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട് ഞാൻ പുതുതായിട്ട് വാങ്ങിയിട്ട് അത് ചുമ്മാ വെച്ചിരിക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. കാരണം അതൊക്കെ ഞാൻ എന്താ പറയാ വാങ്ങി, അത് ചിലപ്പോ ഒരു പാക്കറ്റിലല്ലായിരിക്കും ഞാൻ വാങ്ങിയത്, 2 or 3 ബോട്ടിൽസോ അല്ലെങ്കിൽ 2 or 3 ഇതുപോലത്തെ ട്യൂബ്സോ അങ്ങനെ കാര്യങ്ങളായിരിക്കും ഞാൻ വാങ്ങിയത്. പിന്നെ അത് എനിക്ക് സ്യൂട്ട് ആവാത്തതുകൊണ്ടും എനിക്ക് വർക്ക് ആവാത്തതുകൊണ്ട് പിന്നെ അത് വേണ്ട, പിന്നീട് ഉപയോഗിക്കാം, ഈ ആക്നിന്ന് കുറയട്ടെ, അങ്ങനെയൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പ്രൊഡക്ട്സ്. പക്ഷെ ഈ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സുകളൊന്നും എനിക്ക് വർക്ക് ആകത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഒരു 2 to 3 മന്ത് മുന്നാണ് ഞാൻ ഇത് സത്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉം, എന്റെ സ്കിന്നിന് ഒരു സെൻസിറ്റീവ് ആൻഡ് ഓയിലി സ്കിന്നാണ്. അപ്പോ എനിക്ക് എന്താ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഭയങ്കര വിഷമായി പോകും. നമുക്ക് ഒന്നും പറ്റുന്നില്ല. നമുക്കൊന്നും തേക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവരൊക്കെ തേക്കുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ഓക്കെ ആണല്ലോ. പക്ഷെ നമ്മളിങ്ങനെയാ. നമ്മള് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതൊന്നും വർക്കല്ല. നമ്മക്കിതൊന്നും ഓക്കെ അല്ല, കുഴപ്പല്ല. വിടാന്ന് വിചാരിച്ചു. ഞാന് അതിന് മുന്നേ ഒരു ആയുർവേദ ഡോക്ടറെ ഞാൻ കാണിച്ചുന്ന് വെച്ചാ, ഞാന് എനിക്ക് അലോപ്പതിയോ ഒന്നും എനിക്ക് വർക്കാവാത്തപ്പോ ഞാനൊരു ആയുർവേദ ഡോക്ടറെ കാണിച്ചു. എന്റെ വീട്ടിന്ന് എന്റടുത്ത് പറഞ്ഞു, "നമുക്കെന്നാ ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ചു നോക്കാം." അപ്പൊ അങ്ങനെ ഞാനൊരു ആയുർവേദ ഡോക്ടറെ കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അവരെനിക്ക് ആയുർവേദ പ്രൊഡക്റ്റിൽ 2, 3 കാര്യങ്ങൾ. അപ്പൊ ഞാൻ സാധാരണ ഒരു ഉം വേറെ ഈ ആയുർവേദത്തിലെന്നെ വേറെ കുറെ കാര്യങ്ങള് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇനി അതെന്ന് വെച്ച് മറ്റേതെല്ലാം കെമിക്കലല്ലേ, എത്രത്തോളം സത്യങ്ങളാണോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഇത് പോവാണെങ്കിൽ പോട്ടെ എന്ന് വെച്ച് ആയുർവേദത്തിലുള്ള ഞാന് യൂസ് ചെയ്തത്. അപ്പൊ എനിക്കൊരു ഉള്ളിന്റെ ഉള്ളിലൊരു ഇത് വരുന്ന, അതെനിക്ക് വർക്കാവത്തില്ല. എനിക്ക് വർക്കാവത്തില്ല. ചുമ്മാ ആണ് വർക്കാവത്തില്ല. ഇത് നമ്മളെ പൈസ പോകുന്നതിലും കൂടുതൽ നമുക്ക് ഏറ്റവും വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാ, നമ്മളൊരു പ്രതീക്ഷയാവും. എന്റെ എന്റെ മുഖത്തന്നെ ഇത് പോവും എന്നെനിക്കൊരു പ്രതീക്ഷയാ. പ്രതീക്ഷയാവുമ്പോ ഞാനിത് ചെയ്യുന്ന്. പക്ഷെ അത് ഫ്ലോപ്പ് ആവുന്ന്. അപ്പൊ ഞാൻ വിഷമിക്കുന്ന്. വീണ്ടും വിഷമിക്കുന്ന് വെച്ചാ മെന്റലി നമുക്ക് എ എല്ലാവർക്കുംന്ന് വെച്ചാ, ഇനി റയറായിട്ടുള്ള ഓരോ ആൾക്കാർക്കായിരിക്കും ചിലപ്പോ നമ്മുടെ മുഖത്ത് ആക്നീസും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് എന്താ എടെന്ത് എന്നൊരു തോന്നും. പക്ഷെ എന്നെയൊക്കെ പോലത്തെ ആൾക്കാർക്ക് ഈ നമ്മളിത് ഒത്തിരി കൺസേൺ ആയിട്ടാണല്ലോ നമ്മൾ ഇത്രയും പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഉം. അങ്ങനെയായിരുന്നു. ഞാനാണെങ്കിൽ ഈ അപ്പൊ ആയുർവേദ ഡോക്ടറെ കാണിച്ചു. അപ്പൊ ആയുർവേദ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ഇതൊക്കെ ഫേസ് മസാജ് പോലൊരു സംഭവമുണ്ട്. അത് അവര് ആയുർവേദ, പക്ഷെ ഞാൻ പിറ്റേ ദിവസമായപ്പോ ഞാൻ പോയില്ല. വേറൊന്നും കൊണ്ടല്ല. മറ്റുള്ളവർക്ക് വർക്കാവായിരിക്കും. അടിപൊളിയായിട്ട് വർക്കായി. പക്ഷെ എന്റെ സ്കിന്ന് ഞാൻ കുറെ നാളായിട്ട് കാണുന്നതാ. അപ്പൊ എന്റെ സ്കിന്ന് വർക്കല്ല. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഞാനത് തിരിച്ചറിഞ്ഞു. എനിക്കൊരു അതിലൊരു വിഷമല്ല. എന്നാലും അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നെ, ഞാൻ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ എന്ത് ചെയ്തുന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തു. എന്റെ സ്കിന്നിന് വർക്കാവുന്ന ഏതാണ്, ഏതെങ്കിലുമൊക്കെ എന്റെ സ്കിന്നിന് വർക്കാവുമല്ലോ. അപ്പൊ അങ്ങനെയും പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എന്റെ സ്കിന്നിന് എന്ത് വർക്കും അങ്ങനെ എന്ന് വെച്ചിട്ട് ഞാനായിട്ട് റിസർച്ച് ചെയ്തിട്ട് ഞാൻ എന്റെ സ്കിൻ കണ്ടതാണ്. ഞാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും എന്റെ ആക്നെ വന്നിട്ടുള്ള എന്റെ ഫോട്ടോസ്, എന്റെ പഴയ ഫോട്ടോസിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഫിൽറ്റർ ഇടുന്നത് കൊണ്ടും പിന്നെ ചിലപ്പോൾ ആക്നെ ഉള്ള സമയത്ത് ഞാൻ അങ്ങനെ വല്ലാണ്ട് ആക്നെ 1, 2 ദിവസം ഇല്ലാത്തുള്ളൂ. ആ ടൈമിലൊക്കെ ആയിരിക്കും ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും എടുക്കുക. അപ്പോൾ എന്തുവാ ആ ഉണ്ടെങ്കിൽ ഇതിന്റെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ കാണിക്കാം. അങ്ങനെ ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടെത്തി കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ. ചിലപ്പോ ഞാൻ ഈ പറയുന്നത് ഒത്തിരി പേർക്ക് ചിലപ്പോൾ റിലേറ്റ് ആവാൻ, ചിലപ്പോൾ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരായിരിക്കും എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ട്ടോ ഞാൻ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരം ആകുകയാണെങ്കിൽ ആട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ. അത് ഞാൻ ഫസ്റ്റില് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ,
ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മള് ഈ ആക്നെയൊക്കെ ഉള്ളവരോട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഗൂഗിളിലാണെങ്കിലും വേറെ എവിടെയെങ്കിലും ഇന്റർനെറ്റില് എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കില് ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കില് വേ എന്താ കോസ്മെറ്റോളജിസ്റ്റ് ഒക്കെ പറയുന്നൊരു കാര്യം നമ്മൾ ഒത്തിരി റബ്ബ് ചെയ്യരുതാണ്. ഫേസില് ഒത്തിരി എന്തെങ്കിലും ഈ എന്താ ആക്നെ മറ്റേ ഞാൻ പറഞ്ഞോണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇടയ്ക്ക് മൂക്കിനെ പിടിക്കുന്നത് എനിക്ക് അലർജി ആയിട്ട് ഭയങ്കരമായിട്ട് രാവിലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ 2, 3 ദിവസമായിട്ട് ഈ അലർജിയുടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ മൂക്ക് ഭയങ്കരമായിട്ട് ഈ എൻഡില് ഭയങ്കര ഇച്ചിങ് പോലെ. അത് പോട്ടെ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മള് ഇവര് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നോടും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും റബ്ബ് ചെയ്യുന്ന സാധനം വെച്ചിട്ട് നമ്മള് റബ്ബ് മീൻസ് എന്ന് വെച്ചാൽ ഈ സ്ക്രബിങ് ആയിട്ടുള്ള ഏതെങ്കിലും സാധനങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ നമ്മള് വീട്ടിലാണെങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്യാനും പോവരുതെന്ന്. പക്ഷെ അത് ഇപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും തിയറി എന്തെങ്കിലും അതിലൊക്കെ തിയറീസ് ഉണ്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ എന്താ മറ്റേ ഈ പത്തിരിപ്പൊടി ആ സാധനം, പിന്നെ അതിലോട്ട് എനിക്ക് തേൻ ഓക്കെ ആട്ടോ, എനിക്ക് തേന് കറക്റ്റാവും. ഈ തേനും അരിപ്പൊടിയും പിന്നെ മെട്ടാണി മിട്ടിയും പാടെ ഞാൻ എപ്പോഴും എടുത്തിട്ട് ഒരു ബൗളിലോട്ട് ആക്കിയിട്ട് എന്നെ ഞാൻ വെക്കാറുണ്ട്. എന്നിട്ട് ഞാനത് മിക്സ് ചെയ്തിട്ട് ഞാൻ എപ്പോഴെന്ന് വെച്ചാൽ ഈ റീസെന്റ്ലി കുറച്ച് ഡേയ്സിന്റെ കാര്യമായിട്ടോ ഞാൻ ഈ പറയുന്നത്. പിന്നെ അതുമല്ല ഈ ആക്നെക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ചിലപ്പോൾ ഞാനങ്ങ് നിർത്തിടും. അപ്പൊ ഈ സമയത്ത് ഞാൻ കുറച്ച് അതിലോട്ട് കുറച്ച് ഇപ്പൊ ഒരു ദിവസം അതിങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ആക്കി ഫേസിലൊക്കെ ആക്കി ഞാൻ കുറച്ച് നേരം നിന്ന് ഭയങ്കര സ്ക്രബ് ചെയ്യും. ആ ടൈമിൽ എനിക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് എന്റെ ഫേസ് വന്നിട്ടുണ്ട്. പിന്നെ എന്റെ ഫേസ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് തോന്നും. പിന്നെ ആക്നെയൊക്കെ ഒരു നമ്മള് പറയത്തില്ലേ ഒരു അടക്കം അടക്കഞ്ഞിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഉഷാറായിട്ടിരുന്ന ആക്നി വരെ അങ്ങ് ചുങ്ങിപ്പോകുന്നു. ഒരു എനർജറ്റിക് അല്ലാണ്ട് എന്റെ ഫേസിൽ ആക്നി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു സാധനം ഞാൻ ചെയ്യുന്നുണ്ട്. അതെനിക്ക് വർക്കായിട്ടുണ്ട്. വർക്കായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാറുണ്ട്. ഞാനാണെങ്കിൽ നമ്മള് വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ പോയാലും ഒരു ദിവസം ഉം, അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 തവണ ഞാൻ ഫേസ് വാഷ് ചെയ്യാറുണ്ട്. അപ്പൊ അതില് എപ്പഴും എല്ലാത്തിനും നമ്മൾ കെമിക്കൽസാ. ഇപ്പൊ ഈ കെമിക്കൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാല് അല്ല നമ്മളെ ഫേസിന് എത്രത്തോളം അത് ഡാമേജ് ഉണ്ടാക്കുന്നോ വേറെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് അതിന് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ ഇതിലൊന്നും ഇതൊക്കെ ഞാൻ പറഞ്ഞ ഈ അരിപ്പൊടിയിലൊന്നും വലിയ ഡാമേജ് ഒന്നും ഇല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്, ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലാന്ന് തോന്നിയതുകൊണ്ട് ഞാന് മോർണിംഗ് എണീക്കുന്ന സമയത്ത് ആ ഒരു സാധനം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ കുളിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഫേസ് വാഷ്. പിന്നെ എല്ലായ്പ്പോഴും നമുക്ക് ഈ ഒരു വീട്ടിലാകുമ്പോ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ വീട്ടിലല്ലാത്ത ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിലാണെങ്കിലും പിന്നെ ഇടക്ക് ഇത് വേണ്ട. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോർണിംഗ് കെയർ ആയിട്ട് നമ്മൾ കുറച്ച് ഫേസ് വാഷ് ചെയ്യാറുണ്ട് ട്ടോ. അപ്പൊ ഞാന് ഇപ്പൊ കാണിക്കാൻ പോകുന്ന എന്റെ ഫേസ് വാഷ് എന്ന് പറഞ്ഞാല് അപ്പൊ ഞാൻ എന്റെ ഫേസ് മോർണിംഗില് വർക്കായിട്ടുള്ള ഫേസ് വാഷ് ആദ്യം നമ്മളെന്ന് വെച്ചാൽ രാവിലെ ഇതുപോലെ എണീറ്റ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നും ഒക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ എംപ്റ്റി വയർ. നമ്മള് വയറിൽ ഒരു സാധനവും ഇല്ലാണ്ട നമുക്ക് നമ്മള് രാവിലെ എണീറ്റിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം വെള്ളം അങ്ങോട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യണം. അത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്കിൻ ബാരിയർ അത് അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കുക. അപ്പൊ ആക്നെ ഉള്ളവരും ഇല്ലാത്തവരൊക്കെ നമ്മൾ വെള്ളം കുടിക്കുന്നത് നമുക്ക് നല്ലതാണ്. ഗുഡ് ഫോർ ഹെൽത്ത്. അപ്പൊ പിന്നെ അപ്പൊ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് രാവിലത്തെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫേസ് വാഷ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഒന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ഈ ഫ്ലിക്സിന്റെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് നല്ല പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാന് ഇതിനാണ് 275 രൂപയാണുള്ളത്. പക്ഷെ ഈ പ്രൊഡക്റ്റ് എനിക്ക് ഇതെന്ന് വെച്ചാല് പൈനാപ്പിൾ ഡി പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ജ്യൂസ് ക്ലൻസർ ആണ് ഇത്. AHA, BHA നൈസിനാമൈഡ് ആണ് ഇതിനുള്ളത്. ഇത് ഹെൽപ്പ് റെഡ്യൂസ് പിഗ്മെന്റേഷൻ ആൻഡ് ഡാർക്ക് സ്പോട്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ മൂക്കുരുവിനാണോ വന്ന മൂക്കുരുവിന് ഡാർക്ക് സ്പോട്ടോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നോ എന്താ ഇത്
പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത്. പക്ഷെ ഇത് ആണെങ്കിൽ 90 ml മാത്രമുള്ള ബോട്ടിലിനാട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ ഇതൊരു അടിപൊളി എനിക്കെന്ന് വെച്ചാല് എനിക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു ക്ലെൻസറിന്റെ കൂട്ടത്തില് എന്റെ ഞാൻ പറഞ്ഞ പോലെ ഓയിലി വിത്ത് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഓയിലി സ്കിൻ ഉള്ളവർക്കോ അല്ലെങ്കിൽ രീതി പറയത്തക്ക സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കോ ഇത് വർക്കാവും. ഉറപ്പായിട്ടും ഇത് വർക്കാവും. അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഫ്ലിക്സിന്റെ ഒരു പ്രൊഡക്റ്റ്. ഉം. അപ്പൊ എനിക്ക് വർക്കായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും വർക്കാവായിരിക്കും. ഇനി രണ്ടാമത്തേന്ന് വെച്ചാൽ സെറ്റാഫില്. ഈ സെറ്റാഫിലിനെ കുറിച്ച് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാ കോസ്മെറ്റോളജിസ്റ്റും, ഡെർമറ്റോളജിസ്റ്റും എല്ലാവരും ഈ സെറ്റാഫിലിന്റെ പ്രൊഡക്റ്റിന് വാനോളം പുകഴ്ത്താറുണ്ട്. ആ ഒരു ഇതെന്ന് വെച്ചാൽ ഈ സെറ്റാഫിൽ ലാബില് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ലാബിൽ കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ സെറ്റാഫിൽ അടിപൊളി, അടിപൊളി, അടിപൊളി പ്രൊഡക്റ്റാണ്. അത് പിന്നെ ഈ ഓയിലി സ്കിന്നോ അല്ലെങ്കിൽ സെൻസിറ്റീവോ നോർമൽ സ്കിന്നോ ഒന്നുമല്ല. വാട്ടർ ഇറ്റ് ഈസ് ഈ പറയത്തക്ക എല്ലാരും കോ ഇത് വർക്ക് ചെയ്യുന്നത്. ഓയിലി സ്കിൻ ക്ലെൻസർ ആണ്. അത് കോമ്പിനേഷൻ ടു ഓയിലി ആൻഡ് സെൻസിറ്റീവ് സ്കിൻ എന്ന് ഓയിലി സ്കിൻ ക്ലെൻസർ ആണ്. ഇതൊരു ഞാൻ ഈ സെറ്റാഫിലിന്റെ ബാക്കിയുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നല്ല റിവ്യൂസ് ആണ്. ഇത് ഈ പുതിയ ബോട്ടിലിന്റെ ഇത് ഞാന് എന്താ പറയാ അത് ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും എന്റെ ആക്നീസ് ഒന്നും 1ലോ 2ലോ 3ലോ ആയിട്ട് ഇങ്ങനെ നിന്നോണ്ട് പോകുന്നത്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഈ സെയിം പ്രൊഡക്റ്റ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കഴിഞ്ഞൊരു വർഷങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞൊരു കാലമുണ്ട്. ആ കാലത്തൊക്കെ ഈ സാധനം ഞാൻ ഉപയോഗിക്കുന്നില്ല. അന്നേരം വേറെ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് ഇവിടെ കുരു, ഇവിടെ കുരു, ഇവിടെ കുരു, ഇവിടെ കുരു എല്ലാം അവിടെ അങ്ങ് കുരുവാ. പക്ഷെ ഞാൻ കുറെ വർഷങ്ങളോളം അത് ത്രൂ ഔട്ട് ആയിട്ട് അങ്ങ് യൂസ് ചെയ്യുന്നു. അതുകൊണ്ടായിരിക്കും എന്റെ ഫേസിൽ 1ലോ 2ലോ എന്നൊക്കെ ഇതൊക്കെ പാർട്സാ. ഞാനങ്ങ് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനെ ചൊറിയല്ലേ ഞങ്ങൾക്ക്. അതുപോലെ ഇത് കുറച്ച് ഇത് മാറും. അതുപോലെ ഇതുപോലെ ഇവിടെയാവും. എന്തോ ആവട്ടെ. അപ്പൊ ഈ ഒരു സാധനം ഇത് എന്റെ സ്കിന്നിന് ഞാൻ ഓയിലി സ്കിൻ ക്ലെൻസർ ആണ് സെറ്റാഫിലിന്റെ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ബെസ്റ്റ് എന്ന് പറഞ്ഞാല് ഇത് എസെൻഷ്യൽ വൈറ്റമിൻ B3 പ്ലസ് പ്രോ വൈറ്റമിൻ B5 ആണ് ഇതിന്റെ കണ്ടന്റ്. ഇപ്പം ഇതിന്റെ പ്രൈസ് ഈ സെറ്റാഫിലിന്റെ എല്ലാ പ്രൊഡക്റ്റിനും നല്ല പ്രൈസ് ആട്ടോ. ഇതിന്റെ പക്ഷെ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കാര്യം നടന്നാൽ പോലെ ഈ അതായത് എന്താ ഈ ഒരു ബോട്ടിൽ ബോട്ടിലിന് 700 സംതിങ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് അത് കുഴപ്പമില്ല. എന്റെ കാര്യം നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഓൾറെഡി ഇപ്പൊ ഫേസ് വാഷ് ചെയ്തത് കാരണമാണ് ഞാൻ അത് യൂസ് ചെയ്തിട്ട് ഞാൻ കാണിക്കാണ്ടിരുന്നു. പിന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് ടോണർ ഉപയോഗിക്കാറുണ്ട്. ആ ടോണറാണ് പ്ലമ്മിന്റെ പ്ലം പ്ലം പ്ലമ്മിന്റെ ഒരു ടോണറാണേ. ലാബിൽ ശ്ശോ, ആ പ്ലമ്മിന്റെ ടോണറാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഈ പ്ലമ്മിന്റെ ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണർ എന്നാണ് പറഞ്ഞത്. ടൈറ്റനസ് സ്പോർസ് ആൻഡ് സൈറ്റ് പിമ്പിൾസ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഒന്നും പറയാനില്ല. ഞാൻ ഇതിലൊരു എങ്ങനായാലും ഈ ഒരു സാധനത്തിലൊക്കെ എത്രയില് 10ല് ഔട്ട് ഓഫ് 10 പറയുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 10 തന്നെ ഞാൻ പറയും. കാരണം എനിക്ക് അത് വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് പുതുതായിട്ട് വന്നതാ. അതൊക്കെ മറ്റേ പാടുകളാ. ഇത് പുതുതായി അത് എന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ വേറൊരു പ്രൊഡക്റ്റ് എനിക്ക് പറ്റത്തില്ലാന്ന് ഞാൻ മുന്നേയും കണ്ടെത്തിയിട്ടും ഞാൻ വീണ്ടും ചുമ്മാ ജസ്റ്റ് ഒരു എന്തോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് അത് മേക്കപ്പ് പ്രൊഡക്റ്റിന്റെ കൂട്ടത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ആക്കിയത്. അതുകൊണ്ടുണ്ടായതാണ് ഇത്. ഇത് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ 2-3 മന്ത് ആയിട്ട് ഞാൻ ഈ ഒരു സാധനമൊക്കെ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ ഉപയോഗിച്ചില്ല. ഇതൊരു കണ്ടോ റോസ് വാട്ടറിന്റെ ഒരു അതുപോലെ തന്നെ ഇരിക്കുന്നത്. അത് ഞാൻ ഇങ്ങനെയല്ല സ്പ്രേ ചെയ്താട്ടോ കൊടുക്കാറുള്ളത്. അത് നമുക്കാണെങ്കില് നല്ലോണം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസിലോട്ട് ബ്ലെൻഡ് ആവാനോ അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ അടി ഇതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ 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 ഗുഡ്. ഭയങ്കര അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇതെനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇതിന്റെ കൂടെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ റോസ് വാട്ടർ സ്പ്രേ ആണ്. റോസ് വാട്ടറും നമ്മളെ സ്കിന്നിന് അടിപൊളിയാട്ടോ. പിന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അറിയുമെന്ന് അറിയത്തില്ല കേട്ടോ. PHD എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേര് കേട്ടോ.
ഇതെന്റെ പുതിയ ബോട്ടിലാണ്. ഇതില് പഴയ ബോട്ടിൽസ് ഉണ്ട്. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതെന്റെ 2ാമത്തെ ബോട്ടിലാ. ഏഹ്. ഇത് 10% നയാസിനമൈഡ് സ്പോട്ട് കറക്ഷൻ സെറം എന്നാണ്. ആഹ് ഇതിനെ കുറിച്ചിട്ട് കാർബ്യൂട്ടൈൻ ഉണ്ട്, 1% ഉണ്ട്. NaG 2% അതിനൊന്നും കുറിച്ച് എനിക്ക് കൂടുതൽ ഇതാവാത്ത എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയാത്തത് കൊണ്ട് ഇതൊരു 30 ml ഒരു ബോട്ടിലാണ്. ഈ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്നെ കുറക്കാന്നല്ല ഇത് പറയുന്നത്. നമ്മള് ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എനിക്ക് ഒത്തിരി നാളുകൾ മുന്നേ ഇവിടെ ഇങ്ങനെ ഈ കുത്ത് നമ്മളെ മുഖത്ത് ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ റോഡിലൂടെ പോകുമ്പോ കൊണ്ടുപോയി അങ്ങനത്തെ ഒരു സംഭവം. അതുപോലെ എന്റെ ഫേസ് ഇവിടെ അങ്ങട്ട് ഇതായിന്. ഇതില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം അങ്ങ് ഇതായി പോയതാ. കുറഞ്ഞു പോയതാ. അപ്പൊ ഞാൻ ഇതെല്ലാം മോർണിംഗിലും നൈറ്റിലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിതൊരു 3 ഡ്രോപ്സ് എടുത്തിട്ട് നമ്മളെ ഫേസില് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ 3 ഡ്രോപ്സ് മാത്രമേ എടുക്കാറുള്ളൂ. നൈറ്റിൽ ഉപയോഗിക്കുന്നതല്ല. പിന്നെ നൈസിനമൈഡ് ഞാൻ ഉപയോഗിക്കുന്നത് വേറെ പ്രൊഡക്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ ബ്ലെൻഡ് ആയി പോകാൻ വളരെ ഈസി ആയിട്ടാട്ടോ. പിന്നെ ഒരു കാര്യണ്ട്. ഇതുപോലെയുള്ള സ്കിന്നുള്ള ആൾക്കാര് ഒരിക്കലും ഉണ്ടല്ലോ, നമ്മളൊരു മറ്റേ ഈ ലിക്വിഡ് ഫോർമാറ്റില്ലേ ഇങ്ങനെ ഈ വെള്ളം പോലെ ഇരിക്കുക, ഈ ജെല്ല് പോലെ ഇരിക്കുക, അങ്ങനത്തെ സാധനം ഉപയോഗിക്കുന്നതായിരിക്കും അടിപൊളി. അല്ലാത്തതൊന്നും ഈ മറ്റേ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചില്ലേ എന്റെ ഈ ഒരു സൺസ്ക്രീന്, ഇതുപോലെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ സാധാരണ ഓയിൽമെന്റിന്റെ ഒരു ടൈപ്പ്, അതായത് ജെല്ലി അല്ല മറ്റേ സാധാരണ സൺസ്ക്രീൻ, അതൊന്നും ഉപയോഗിക്കാണ്ട് ഇങ്ങനത്തെ പെട്ടെന്ന് ബ്ലെൻഡ് ആയി പോകുന്നത്. പിന്നെ എന്റെ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇതുണ്ട്. ഇത് ഡെർമാക്കോന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഡെർമാക്കോൽ തന്നെ 10% നൈസിനമൈഡ് ഉണ്ട്, 5% ഉണ്ട്. എന്റെ ഇതുപോലത്തെ സ്കിന്നുള്ളവർക്ക് 5% ആണ് നമുക്ക് നൈസിനമൈഡ് ഉള്ള. 5% നൈസിനമൈഡ് ഉള്ള മാത്രമേ നമുക്ക് വർക്ക് ആവുള്ളൂ. 10% നമുക്ക് വർക്ക് ആകത്തില്ല. പിന്നെ നമ്മൾ പറയും നൈസിനമൈഡ് 5% ആണ് എന്താ പറയാ ഇതുപോലത്തെ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് എന്ന് പറയാറുണ്ട്. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വർക്കാവുന്ന എനിക്ക് വർക്കായതാട്ടോ ഞാൻ ഇതെല്ലാം പറയുന്നത്. ഇത് 5% നൈസിനമൈഡ് ആണ് ഈ ഒരു ഇത്. മനസ്സിലായോ? അപ്പൊ ഈ നൈസിനമൈഡ് ഈ ഒരു സാധനം എന്ന് വെച്ചാല് ഒന്നും പറയാനില്ല. ഇതില് ഓയിലി പ്ലസ് ആക്നെ സ്പോർ സ്കിൻ ഉള്ളവർക്കാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നും കൂടെ ഇതിന്റെ പ്രത്യേകം പറയുന്നുണ്ട്. ഈ ഒരു സാധനം കണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തതൊക്കെയാണ് നമ്മളെ മുഖത്ത് സ്യൂട്ടായി ഈ സ്യൂട്ട് നമ്മുടെ മുഖത്തിനല്ല, നമ്മളെ സ്കിൻ ബാരിയറിന് ഏറ്റവും കൂടുതൽ നല്ല ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്സിലുള്ളതാന്നാ പറഞ്ഞത്. അപ്പൊ ഇത് ഒരു ഭയങ്കര ഫ്രഷപ്പാട്ടോ നമുക്ക് ഇതെല്ലാം ഇടുമ്പോ. പ്രത്യേകിച്ച് ഈ ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഇടുമ്പോ എന്റെ അമ്മോ ഒന്നും പറയാനില്ല. ഭയങ്കര ആ രാവിലെ തന്നെ നമ്മൾ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ നമ്മൾ ഈ രാവിലെ സ്കിൻ കെയർ ചെയ്യുന്നത് പോലെ നമ്മുടെ സ്കിന്നിന് മാത്രമല്ല നമ്മുടെ മൈൻഡ്, എനിക്കറിയത്തില്ല, എനിക്കൊക്കെ ഭയങ്കര അങ്ങനായിട്ട് തോന്നിയിട്ടുണ്ട്. അതാട്ടോ ഞാനീ പറഞ്ഞത്. പിന്നെ ഇതെന്റെ പുതിയ ബോട്ടിലാ. ഞാൻ പുതിയ വാങ്ങിയത്. അതുകൊണ്ട് ഞാൻ പാക്കറ്റ് അടക്കമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഡോട്ട് ആണ് സൺസ്ക്രീൻ. ഈ സൺസ്ക്രീൻ ഞാൻ പറഞ്ഞില്ലേ ഇതിലും നൈസിനാമൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല അടുത്ത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇത് മാറ്റിഫ്ലൈ സൺസ്ക്രീൻ എന്നാണ് പറയുന്നത്. 50% പ്ലസ് പ്ലസ് ആണ് നിങ്ങളുടെ എല്ലാം. അപ്പൊ ഈ സൺസ്ക്രീൻ കണ്ടോ, അടിപൊളി അടിപൊളി സൂപ്പർ. ബോട്ടിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതിന് 400 സംതിങ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റിന് 400 സംതിങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഭയങ്കര കണ്ടോ, ഇതിന്റെ ഓപ്പണിംഗ് ഒക്കെ വരുന്നതൊക്കെ ഇങ്ങനെയാ. നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ വളരെ സുഖാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്കിങ്ങനെ ജെല്ലി ടൈപ്പ് സൺസ്ക്രീൻ ആയിരിക്കും അല്ലെങ്കിൽ ലിക്വിഡ് ടൈപ്പ് സൺസ്ക്രീൻ ആയിരിക്കും.
ഒന്നുകൂടി ഇപ്പൊ പൗഡർ ടൈപ്പ് സൺസ്ക്രീന് അല്ലെങ്കിൽ ഒക്കെ വരുന്നതായിട്ട് ഞാൻ ഏതൊക്കെയോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ ഏത് കമ്പനിയുടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വർക്കാവുന്നവരൊക്കെ ഉണ്ടാവായിരിക്കും നോർമൽ ടൈപ്പ് ഉള്ളവർക്കും അങ്ങനത്തവർക്കൊക്കെ. ഇതിന്റെ ക്ലോസിംഗ് ഒക്കെ അടിപൊളിയാട്ടോ. നന്നായിട്ട് ഞാന് സൺസ്ക്രീനൊക്കെ ഞാന് ഇപ്പൊ വീഡിയോ എടുത്തും കൊണ്ടാണ് ഈ സൺസ്ക്രീൻ. ഇതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേക്കുള്ള ഇടാറ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ സൺസ്ക്രീനാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. വീട്ടിലിരിക്കുമ്പോ ഇന്ന് എനിക്ക് വെളിയിലൊന്നും പോകാൻ പ്രത്യേക ഉദ്ദേശങ്ങളൊന്നുമില്ല. കാരണം ഹെവി റെയിനും റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെ ആയത് കാരണം വീട്ടിൽ തന്നെയാണ് നമ്മളിന്നുള്ളത്. അപ്പൊ ഞാൻ സാധാരണ ആ ഒരു സാധനമാണ് ഇടുന്നത്. പിന്നെ നമ്മളെ ഈ സൺസ്ക്രീൻ ഇട്ടിട്ട് നല്ലോണം ഇതൊരു എന്താ സൺസ്ക്രീന് മാത്രം നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ട് ഫേസിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് നമുക്കൊരു ഫേസ് മസാജും കൂടാണ് കേട്ടോ. കണ്ടോ, ബ്ലെൻഡായി ബ്ലെൻഡായി സൂപ്പറല്ലേ. പിന്നെ ഇനി ഞാൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് ലിപ്പിന്. ഞാനൊരു ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ ഈ പറയത്തക്ക വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലിപ് ബാം ആണ്. ഇതിന്റെ ലാബിലൊക്കെ കണ്ടോ, കാണാൻ പറ്റുന്ന അറിയില്ല, മാഞ്ഞു പോയി. കാരണം ഇത് വെനേറ ഓർഗാനിക് അതിന് ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അവരെ പ്രൊഡക്റ്റ് ആയത് ലിപ് ബ്രൈറ്റനിങ് ആണ് ക്രീം. ഇപ്പൊ എന്നൊക്കെ പോലെ ഞാനാണെന്നുണ്ടെങ്കിൽ എവിടെ പോവാണെന്നുണ്ടെങ്കിലും ഈ ഇത് ഉപയോഗിക്കും. എന്താ, ലിപ്സ്റ്റിക് ലിപ് ഗ്ലോസ്, ലിപ്സ്റ്റിക് ഈ പറയത്തക്ക സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്റെ ചുണ്ടിന് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ഹെറിഡിറ്റി ആയിട്ട് നമുക്ക് ലിപ്പിന് ഒരു കളർ വരും. പക്ഷെ അത് നമുക്ക് ഗ്രാജുവലി പെട്ടെന്നൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചിലർക്ക് ഒത്തിരി വരും, ചിലർക്ക് കുറവ് വരും. അതൊക്കെ നമ്മള് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഹെറിഡിറ്റി നമ്മളൊരു മുഖ്യം. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ഹെറിഡിറ്റി ആയിട്ട് എന്റെ ലിപ്പ് ഒരു ബ്ലാക്കിഷ് കളർ. ഈ വീഡിയോയിൽ അത്ര ഇത് ഈ കളറിലോട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നുമല്ല. ഇതിലോട്ട് ഞാനൊന്നും ലിപ്പിലോട്ട് ഞാനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ എന്റെ നിങ്ങൾ എണീറ്റ് വന്ന ആ ഒരു കോലത്തിൽ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എവിടെ പോവാണെങ്കിലും ചിലപ്പോൾ ചുമ്മാ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ പോലും ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്. വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എന്തിനും ഭയങ്കര ആരെങ്കിലും വീട്ടിലോട്ട് വരിക എന്തോ അപ്പൊ ആ ടൈമിലൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ലിപ്സ്റ്റിക്. അപ്പൊ നമ്മൾ എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും പറയാറുണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് ലിപ്സ്റ്റിക് ലിപ്പിന് കൊള്ളത്തില്ല, ഫുഡ് കഴിക്കുമ്പോൾ വയറിന് കൊള്ളത്തില്ല, ചുണ്ടിന് കൊള്ളത്തില്ല, നമ്മുടെ ശരീരത്തിനേ കൊള്ളത്തില്ല എന്നാണ് പറയാറ്. അപ്പൊ അതിന്റെ കൂട്ടത്തില് നമ്മളെ ലിപ്പിനൊരു കാര്യം, എല്ലാ ലിപ്സ്റ്റിക്കും ഒരിക്കലും നമുക്ക് എവിടെയും നമുക്ക് അതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയായ സത്യങ്ങളാണ്. ലിപ്പിന് നമുക്ക് അങ്ങ് കളർ അങ്ങ് പോകും. ലിപ്പിന് കളർ പോയിട്ട്. പക്ഷെ അതിലും ബോധഡ് ആവാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ എന്നെ പോലെ ബോധഡ് ആവുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇത് ഞാൻ നൈറ്റിൽ ഉപയോഗിക്കുന്നത് പോലെ മോർണിംഗ് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് എന്റെ ലിപ്പ് ഇപ്പൊ ഈ ഒരു കളറായിട്ട് ഇരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതാ. ഈ ഒരു ലിപ്പ് കണ്ടോ, ഇത് കണ്ടോ അറിയാം, തീരാറായാലും എനിക്ക് റിഗ്രറ്റ് ഇല്ല. പക്ഷെ അടുത്ത ബോട്ടിൽ ഞാൻ വാങ്ങുന്നതാണ്. ഈ ലിപ്പിൽ ഇനി നന്നായിട്ട്, പക്ഷെ സ്മെല്ലാണെങ്കിൽ സോ ഗുഡ്. എനിക്ക് ഈ ഒരു സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഈ ഒരു ലിപ് ബാം നമുക്ക് തരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്നു. ഈ ചില ലിപ്സ്റ്റിക്കുകളൊക്കെ എന്റെ ലിപ്പിൽ കാണുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര, ഞാൻ പറയില്ല, എന്റെ ലിപ്പ് എന്റെ ഫേസ് മാത്രമേ ഉള്ളൂ ഈ ഒരു എന്താ പറയാ സെൻസിറ്റീവ് ആൻഡ് ഓയിലി എന്നൊക്കെ പറഞ്ഞ ആ ടൈപ്പ് ലിപ്പിന്. പക്ഷെ എന്റെ ലിപ്പിനൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആ. അത് ഫേസിൽ തന്നെയാണ് ലിപ്പ് കിടക്കുന്നെങ്കിലും ഭയങ്കര ഡ്രൈ ആ. അപ്പം എനിക്കാണെങ്കിൽ ഈ ലിപ്സ്റ്റിക്കും കൂടെ ഇടുന്ന സമയത്ത് ഉം, എല്ലാ ലിപ്സ്റ്റിക്കിനും നല്ല ചില ലിപ്സ്റ്റിക്കുകൾ എനിക്ക് ഭയങ്കര ഡ്രൈ ആവും. പിന്നെ ഞാനത് തൂത്ത് കളഞ്ഞു കഴിഞ്ഞാലും എനിക്കിങ്ങനെ ഒരു വല്ലാത്തൊരു എന്തോ ഒരു അങ്ങനെ പ്രശ്നമില്ല. കാരണം ഞാൻ എന്തോ പ്രശ്നം അതുണ്ടാവും ആ സമയത്ത്.
ഞാന് ആ സമയത്തൊന്നുമല്ല, ഞാൻ കിടക്കാൻ നേരത്തും അല്ലെങ്കിൽ മോർണിംഗിലൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴാണോ ആഫ്റ്റർ ഞാൻ ആ ലിപ്സ്റ്റിക് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ ലിപ് ബാം ഞാൻ ഇടുന്നെങ്കിൽ എനിക്ക് ആ ഒരു ഡെഡ് സ്കിന്ന് ഇളകി അങ്ങ് വരുന്ന പോലെ പോലെന്നല്ല ഇളകി അങ്ങ് വരും. അപ്പൊ അതുകൊണ്ട് നല്ല വർത്തായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്, നല്ല യൂസ്ഫുൾ ആണ്. ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാം ആണ്. ഈ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. എൻ്റെ ഈ കയ്യിൽ നെയിലിന് കുറച്ച് വെട്ടി കട്ട് ഷോട്ട് ചെയ്യാനുണ്ട്. ആ, അപ്പം നമ്മൾ ഈ ലിപ് ബാം ഇപ്പം ഞാൻ ഈ കാണിച്ച എല്ലാ പ്രൊഡക്റ്റും നമുക്ക് അങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. പിന്നെ ഇനിയിപ്പം ഇതെല്ലാം ഞാൻ വാങ്ങിയിട്ടുള്ളത് സെയിം സൈറ്റിൽ നിന്നല്ല, ഡിഫറെൻറ്റ് സൈറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നാണ്, പിന്നെ അല്ലെങ്കിൽ ഫാർമസിയിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇത് ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ എൻ്റെ ആവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യാനും കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തുള്ള വേറെ വീഡിയോസുമായിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.